മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 4/8/1997 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ആയില്യമാണ് നക്ഷത്രം. ആയില്യം 4-ാം പാദം. ചിങ്ങലഗ്നം. ലഗ്നത്തിൽ ശുക്രൻ, ബുധൻ, രാഹു. 2 ശൂന്യം, 3-ൽ കുജൻ, 4 ശൂന്യം, 5-ൽ ഗുളികൻ, 6-ൽ വ്യാഴം, 7-ൽ കേതു, 8-ൽ ശനി, 9, 10, 11 ഭാവങ്ങൾ ശൂന്യം, 12-ൽ ചന്ദ്രൻ, സൂര്യൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ജോലിക്ക് വേണ്ടിയുള്ള പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ മുടക്കം, തടസ്സം ഈ അടുത്തായിട്ട് സ്ഥിരമായി വരുന്നു. അതുപോലെ തന്നെ വിവാഹത്തോട് വേണ്ട എന്ന സമീപനം. ഇത് രണ്ടുമായിരുന്നു ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിരുന്നത്. എന്തുകൊണ്ടാണത്? ചിങ്ങലഗ്നം. ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശക്തനായ സൂര്യൻ വ്യയസ്ഥാനത്ത് 12-ൽ നിൽക്കുന്നു ചന്ദ്രനോടൊത്ത്. പൊതുവേ ഏതൊരു ഗ്രഹനിലയിലും ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം അതേത് തന്നെയാണെങ്കിലും 12 പോലത്തെ ഒരു സ്ഥാനത്ത് എന്ന് വച്ചാൽ ചെലവിൻ്റെ സ്ഥാനമാണ്, വ്യയസ്ഥാനം നിന്ന് കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് ജീവിതത്തിലെ ഉയർച്ച എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഒരല്പം കാലതാമസം പൊതുവേ ഉണ്ടാകും. കിട്ടില്ല എന്നൊന്നുമല്ല, എന്നാൽ ഒരല്പം ഡിലേ, താമസം, ഇറിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് അല്പം മുഷിച്ചിലിനൊക്കെ ശേഷമായിരിക്കും ഇത്തരക്കാർക്ക് പൊതുവേ ജോലി, വിവാഹം, സ്ഥിര വരുമാനം പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവുക. അതൊരു പൊതുവായ രീതി മാത്രമാണ്. അങ്ങനെ ഒരുപാട് ഗ്രഹനിലകളിൽ കണ്ടുവരുന്നുണ്ട്. ഇവിടെ 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ലഗ്നാൽ 10, തൊഴിൽ സ്ഥാനം, ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നു, ശത്രുവിൻ്റെ ക്ഷേത്രത്തിൽ ബുധനോടൊത്ത് നിൽക്കുന്നു. നല്ലതാണ്. പക്ഷേ രാഹുവിനോടൊത്താണ് 10-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻസ്, ബുദ്ധിമുട്ടുകൾ, കാലതാമസം, തർക്കം, തടസ്സം പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. രാഹു, ശുക്രൻ പൊതുവേ ഡിലേ വരുത്തുന്ന 2 അവസ്ഥകൾ ഏതൊരു ഗ്രഹനിലയിലുമുണ്ട്. ഒന്ന് ശനി, പ്രധാന താമസക്കാരനായിട്ടുള്ള മന്ദൻ എന്ന വിളിപ്പേരിൽ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹം ശനി. അതുപോലെ രാഹു ഇൻസ്റ്റൻ്റായിട്ട് എന്ന് വെച്ചാൽ വളരെ വേഗത്തിൽ തടസ്സം വയ്ക്കുന്നതിൽ അഗ്രഗണ്യനാണ് രാഹു. ഛായാഗ്രഹം, ശക്തനാണ്. എന്നാൽ പല മോശം കാര്യങ്ങളും വളരെ വേഗത്തിൽ സാധിച്ചു കൊടുക്കാനുള്ള ശേഷി രാഹുവിനുണ്ട് താനും. രണ്ടും 2 രീതിയാണ്. രാഹു സമയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലഗ്നത്തിൽ നിൽക്കുന്ന രാഹു അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ചില പൊസിഷനിൽ നിൽക്കുന്ന രാഹു ഗുണഫലങ്ങൾ കൊടുക്കും. പക്ഷേ അതിന് ചില തർക്കം, തടസ്സം, താമസമൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും അത് കൊടുക്കുക. അതല്ല മോശഫലങ്ങളാണ് ചില സമയത്ത് കൊടുക്കുക എങ്കിൽ അതിന് വളരെ വേഗത്തിൽ തന്നെ അത് കൊടുക്കുകയും ചെയ്യും. അതാണ് രാഹുവിൻ്റെ മാത്രമുള്ളൊരു പ്രത്യേകത. ശനി എന്നൊക്കെ പറഞ്ഞാൽ ഇരുത്തം വന്ന ഗ്രഹമാണ്. എന്ന് വെച്ചാൽ കൊടുക്കുന്നത് നല്ലതായാലും ചീത്തയായാലും പതുക്കനെ കൊടുക്കുകയുള്ളൂ. രാഹു അങ്ങനല്ല. മോശം കൊടുക്കുന്നതിന് വേഗത കൂടുകയും നല്ലത് കൊടുക്കുന്നതിന് കാലതാമസം എടുക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം പൊതുവേ രാഹു കാണിക്കും. ഇല്യൂഷൻസ് ആണ്, മായാവിദ്യകളുള്ള ഛായാഗ്രഹമാണ് രാഹു. ശ്രദ്ധിക്കുക തന്നെ വേണം, ഉപരി സൂക്ഷിക്കുക തന്നെ വേണം. അപ്പോൾ 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ലഗ്നത്തിൽ രാഹുവിനോടൊത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻസ്, തടസ്സങ്ങൾ വരിക, തടസ്സം വയ്ക്കുക, പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥകളെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക, വെറുപ്പ് കാണിക്കുക പോലെയുള്ള അനുഭവങ്ങളൊക്കെ ഇത്തരക്കാർക്ക് പൊതുവേ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. ഉപരി ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 5 മനസ്സിൻ്റെ സ്ഥാനം, സന്താന സ്ഥാനം. ലഗ്നാൽ 5 മനസ്സിൻ്റെ സ്ഥാനത്ത് ഗുളികൻ നിൽക്കുന്നു. വളരെ മോശമാണ്. ഒരു ഇൻട്രോവേർട്ട് പോലെയുള്ള മാനസികാവസ്ഥ, ഒതുങ്ങിക്കൂടുക, ആ വ്യക്തിയിലേക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളിലേക്ക് മാത്രമായിട്ട് ചിന്തകളെ ക്രോഡീകരിച്ച് നിർത്തുന്ന ഒരവസ്ഥ ഇത്തരക്കാർക്ക് ഉണ്ടാകാം. എൻ്റെ ലഗ്നാൽ 5-ൽ ഇതേ സ്ഥാനത്താണ് ഗുളികൻ നിൽക്കുന്നത്. എനിക്ക് ഇത്തരം ഒരു സ്വഭാവം ഉള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പരിഹരിച്ച് പോകാവുന്നതേ ഉള്ളൂ. 100% ഒന്നും പരിഹരിക്കുക സാധ്യവുമല്ല. എന്നാൽ ഒരു 60-70% വരെ കൃത്യമായിട്ട് പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ നിഷ്പ്രയാസമായിട്ട് തന്നെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ 5-ൽ നിൽക്കുന്ന ഗുളികൻ പൊതുവേ ചിന്തകൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ ബ്ലോക്ക് വയ്ക്കും. എന്ന് വെച്ചാൽ ബ്ലോക്ക് ചെയ്യും. നമുക്ക് ഗുണം വരുത്തുന്ന ചിന്തകൾക്ക് എന്തെങ്കിലുമൊക്കെ മടി, അതല്ലെങ്കിൽ അലസത, അല്ലെങ്കിൽ കംഫർട്ട് സോൺ പോലെയുള്ള കാര്യങ്ങൾ ഫ്രണ്ടിൽ കൊണ്ടുവന്നൊരു തടസ്സം സൃഷ്ടിച്ച് ഗുണം കുറച്ച് വൈകിപ്പിക്കുന്ന അല്ലെങ്കിൽ വേണ്ട എന്ന് വയ്ക്കുന്ന ഒരു മനസ്സ് ഈ വ്യക്തിക്ക് തന്നെ ഉണ്ടാകാം ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട്. അതിന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളും ന്യായങ്ങളും ഒക്കെ പറയാനുണ്ടാവാം. എന്നിരുന്നാലും തത്വത്തിൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് നെഗറ്റീവ് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ 5-ാം ഭാവാധിപൻ ഇവിടെ നീചനാണ്.
ഗുരു, ഗുളികൻ്റെ രണ്ടാമത്തെ ദൃഷ്ടിയുമുണ്ട്. അതുപോലെ ഗുളികൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് 2ലേക്കും 12ലേക്കും ദൃഷ്ടി ചെയ്യുന്നു. 12ാമത്തെ ദൃഷ്ടി വരുന്നത് ലഗ്നാൽ 4ലാണ്. 4ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം 3ലാണ് നിൽക്കുന്നത്, കുജൻ. അപ്പോൾ 4ലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ അമ്മയിൽ നിന്നൊക്കെ അകന്ന് അല്പം നിൽക്കാനുള്ള സാധ്യത, അത് പഠനാർത്ഥമാവാം, ജോലിയാർത്ഥമാവാം, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവസ്ഥകൾ അത്തരം ഉണ്ടാകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണത്, അങ്ങനെ തന്നെയാണ്. അതുപോലെ ഇദ്ദേഹത്തിന് നിലവിൽ 10ാം ഭാവാധിപൻ്റെ ദശ തന്നെയാണ് നടക്കുന്നത് 2028 വരെ. അതിൽ തന്നെ ബുധൻ്റെ അപഹാരമാണ്, നല്ല സമയമാണ് നടക്കുന്നത്. അവിടെ രാഹുവിൻ്റെ തടസ്സത്തെ മാറ്റി നിർത്താനുള്ള പരിഹാരങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി തന്നെ മാറുകയും അദ്ദേഹത്തിന് ഈ പറയുന്ന പഠന സംബന്ധമായിട്ടുള്ള, ജോലി സംബന്ധമായിട്ടുള്ള ബ്ലോക്സ്, തടസ്സങ്ങൾ, ഇറിറ്റേഷൻസ് മാറുക ഒരു 75-85% വരെ മാറ്റിയെടുക്കാൻ വളരെ നിഷ്പ്രയാസം തന്നെ സാധിക്കും. പക്ഷേ അതിന് ചിട്ടവട്ടത്തോടു കൂടി തന്നെ ചെയ്തു പോകേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെയാണ് ഇതിൻ്റെ സീക്രട്ട് കിടക്കുന്നത്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു വേണ്ട എന്ന് വയ്ക്കുന്ന സമീപനം, അല്ലെങ്കിൽ പിന്നീട് മതി എന്ന് പറയുന്ന സമീപനം. അപ്പോൾ ലഗ്നാൽ 7-ൽ കേതു, 7ാം ഭാവം വിവാഹസ്ഥാനം. ലഗ്നാൽ 7-ൽ കേതു നിൽക്കുന്നു. 7-ൽ കേതു നിൽക്കുമ്പോൾ രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7ാം ദൃഷ്ടി അവിടേക്കുണ്ട്. ഉപരി എല്ലാ ഗ്രഹങ്ങളും നിൽക്കുന്ന രാശിയിൽ നിന്നും 7ലേക്ക് പൊതുവായിട്ട് പൂർണ്ണ ദൃഷ്ടി നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശുക്രൻ്റെയും ബുധൻ്റെയും രാഹുവിൻ്റെയും, രാഹു ഛായാഗ്രഹമാണ് മറ്റ് 2 ഗ്രഹങ്ങൾ, ഈ 3ൻ്റെയും ദൃഷ്ടി 7ലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ബുധൻ്റെയും ശുക്രൻ്റെയും രാഹുവിനോട് ചേർന്ന് നിൽക്കുന്ന ശുക്രൻ്റെയും ദൃഷ്ടി 7ലേക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ റിലേഷൻസോ അതല്ലെങ്കിൽ അത്തരം ചിന്തകളോ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് വേണ്ട എന്ന് വയ്ക്കണം, അല്ലെങ്കിൽ അങ്ങനെ 100% അങ്ങനെ തന്നെ ഉണ്ടാകുമെന്നല്ല, ഒരു പോസിബിലിറ്റി അവിടെ ആക്റ്റീവാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുക. 1. 2, പിന്നെ ലഗ്നാൽ അത് ഒരു വിഭാഗം. 2ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ലഗ്നാൽ 7-ൽ കേതു നിൽക്കുന്നു. 7ാം ഭാവാധിപൻ ശനി വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. ശനി വ്യാഴം കോമ്പിനേഷൻ പൊതുവെ ഇത്തരക്കാർക്ക് വിവാഹത്തോടൊരു വിരക്തി മനോഭാവം ഉള്ളതാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യവുമാണ്. പരിഹാരം ചെയ്താൽ മാത്രം തന്നെ അത് ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു സമീപനം മാറുകയുമുള്ളൂ എന്ന് തിരിച്ചറിയുക. പൊതുവേ ഇദ്ദേഹത്തിന് 7ാം ഭാവാധിപൻ ശനി വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുകയും ആ വ്യാഴം നീചനായി ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വിവാഹം വൈകണം എന്നൊരു അവസ്ഥ അവിടെ ഉണ്ട്. പക്ഷേ ബുധൻ്റെയും ശുക്രൻ്റെയും ശക്തനായ രാഹുവിൻ്റെയും ദൃഷ്ടി 7ലേക്ക് വരുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഈ പാർട്ട്ണർ അല്ലെങ്കിൽ വിവാഹം പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇറിറ്റേഷൻസ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ വേണം അത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. പൊതുവേ ശുക്രനോടൊത്ത് രാഹുവിനോടൊത്ത് നിൽക്കുന്ന ബുധൻ്റെ അപഹാരവുമാണ് നടക്കുന്നത്. 2027 ജൂൺ 4 വരെ ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു പോവുക. എന്ന് വെച്ച് ഭയന്ന് പോവുക എന്നോ ഓവർ പ്രിക്കോഷൻ എടുക്കുക എന്നോ ഒന്നും അതിനർത്ഥമില്ല. ഒരു ശ്രദ്ധ കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതുപോലെ വ്യാഴം നീചനായിട്ടാണ് നിൽക്കുന്നത് 6. പ്രത്യേകിച്ചും ഒരു ഗ്രഹനിലയിൽ ഏതൊരു പ്രശ്നത്തിനും പരിഹാരം ആദ്യം നോക്കുന്നത് വ്യാഴത്തെ കൊണ്ട് തന്നെയാണ്. ഭാഗ്യകാരക ഗ്രഹമാണ് ഏതൊരു ഗ്രഹനിലയിലും വ്യാഴം. അതിവിടെ നീചനായി ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വ്യാഴത്തിന് പവർ കുറവാണ്. അപ്പം കൃത്യമായിട്ട് അതിന് പരിഹാരങ്ങൾ ചെയ്തു തന്നെ പോയേ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ലഗ്നാധിപൻ 12-ൽ നിൽക്കുന്നു. ലഗ്നാധിപൻ 12-ൽ നിന്ന് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഉയർച്ച അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ പോലെയുള്ള ലഗ്നം വ്യക്തി അതിൻ്റെ അധിപൻ 12-ൽ നഷ്ടസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ ഉയർച്ച പോലെയുള്ള കാര്യങ്ങൾക്ക്, ഭാഗ്യാനുഭവങ്ങൾ പോലെയുള്ള കാര്യങ്ങൾക്ക് ഒരല്പം ഡിലേ, താമസം, വൈകുക എന്ന് പറയുന്നൊരു പ്രക്രിയ സംഭവിച്ച് കാണുന്നുണ്ട് ഒരുപാട് പേർക്ക്. അപ്പോൾ ഇത് പരിഹരിച്ചു പോകാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഭയങ്കര പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഒരു ഗ്രഹനിലയൊന്നുമല്ല ഇത്. എന്നാൽ ശ്രദ്ധിച്ച് പോകേണ്ടതായിട്ടുള്ള ചില സ്പെസിഫിക് ആയിട്ടുള്ള കാരണങ്ങൾ ഇതിലുണ്ട് താനും. അതിനങ്ങനെ വേണം എടുക്കാനായിട്ട്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ആയില്യമാണ് നക്ഷത്രം. ബുധദശയിൽ ജനിച്ചു. 2001 വരെ ബുധൻ, അതിനുശേഷം കേതു. 2008 വരെ, ശേഷം ശുക്രൻ 20 കൊല്ലം 2028 വരെ.
അതിനുശേഷം സൂര്യൻ 2034 വരെ, അതിനുശേഷം ചന്ദ്രൻ 10 കൊല്ലം 2044 വരെ, അതിനുശേഷം ചൊവ്വ 7 കൊല്ലം 2051 വരെ, ശേഷം രാഹു ഗുരു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. നടപ്പ് ദശ നേരത്തെ പറഞ്ഞു. ശുക്രനിൽ ബുധനാണ് 2024 ഓഗസ്റ്റ് 3 തൊട്ട് 2027 ജൂൺ 4 വരെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് വേണ്ടുന്ന പരിഹാരം കൃത്യമായി തന്നെ ചിട്ടവട്ടങ്ങളോടുകൂടി ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾക്ക് സാധ്യത പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രഹനില തന്നെയാണിത്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.